കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വേദയുടെ വിക്രത്തിന്റെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഈ ആഴ്ച നമ്മൾ കണ്ടു വേദയെ വീഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേദയെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ വേണ്ടിയിട്ട് നന്ദിനി പുതിയ പരിപാടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വേദ കഴിക്കാൻ വെച്ച ഫുഡൊക്കെ നന്ദിനി എടുത്ത് കമിഴ്ത്തി കളയാണ്. എന്നിട്ട് പാത്രമൊക്കെ അവിടെ കൊണ്ടേ വെച്ചു. പാവം വേദ വിശന്ന് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് വേറെ നിവൃത്തിയില്ല. വേദ അടുക്കളയിൽ പോയി ഫുഡ് എടുത്ത് കഴിക്കാൻ നോക്കിയപ്പോ പാത്രം കാലിയായിട്ടിരിക്കുന്നു. ഇതെന്ത് മറിമായം, താൻ ഇവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിരുന്ന ആടുന്നല്ലോ. അപ്പൊ ആരായിരിക്കും പോലും ഈ പാത്രം എടുത്ത് അതിനകത്ത് ഫുഡ് കളഞ്ഞിട്ട് കഴുകി വെച്ചിരിക്കുന്നേ. ശ്രേയിച്ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പിന്നെ അച്ഛനും ഇവിടെ ഇല്ലതാനും, വേറെ ചെയ്യാനായിട്ട് ഇവിടെ ആരുമില്ല. വിക്രം ഇവിടെ ഇല്ലല്ലോ. അങ്ങനെയാണ് ഒരു പക്ഷെ നന്ദിനി ചേച്ചി ആയിരിക്കോ. വേദയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വേദ ഒന്നും മിണ്ടിയില്ല. ആരോട് എന്ത് പരിഭവം പറയാനാ. വേദ നേരെ ഹാളിലേക്ക് വരുവാണ്. വേദയുടെ സ്ഥാനത്ത് വേദ വന്നിരുന്നു. ഈ സമയം ശ്രീജ വന്നിട്ട് ചോദിച്ചു, അല്ല നീ ഫുഡ് കഴിക്കണില്ലേന്ന് ചോദിക്കോ. അത് കേട്ടതും വേദ പറഞ്ഞു, ഇല്ല അതെന്ത് പറ്റി. അത് പിന്നെ ഞാൻ കാര്യം എന്താന്ന് പറ വേദ. അതിനകത്ത് നോക്കിയ ഫുഡ് ഇല്ലായിരുന്നു പറയണേ. ഫുഡ് ഇല്ലായിരുന്നോ? അപ്പൊ നീ ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞു. ഞാൻ ഉണ്ടാക്കി വെച്ചതായിരുന്നു, പക്ഷെ അതിനകത്ത് കണ്ടില്ല. ആ പാത്രം അവിടെ കഴുകി വെച്ചിരിക്കുവാന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീജിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി. അങ്ങനെയാണെങ്കിൽ അത് ആ നന്ദിനിയുടെ പരിപാടി ആയിരിക്കും എന്ന് പറയാം. നന്ദിനി ഇങ്ങനെ ചെയ്യത്തുള്ളൂ, വേറെ ആരും പുറത്തുനിന്നും ഇവിടെ വന്നിട്ടില്ലോ അതെടുത്ത് കളയാനായിട്ട്. ഒരു കാര്യം ചെയ്യാൻ, ഞാൻ ഫുഡ് എടുത്തോണ്ട് തരാൻ കഴിക്കാൻ പറയണം. വേണ്ട ശ്രീ ചേച്ചി, ഇനി അത് മതി. അതിന്റെ പേരിൽ അച്ഛനും അമ്മ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇനി അത് പറഞ്ഞ് വഴക്കുണ്ടാക്കുമെന്ന് പറയാം. അപ്പൊ അവർ രണ്ടുപേരും കൂടെ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ട് പോയതായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പൊ അവര് വന്നു കഴിയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകണമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ വേദ പറയുന്നത്. പക്ഷെങ്കില് അങ്ങനെ വേദ പട്ടിണി ഇരിക്കുമ്പോ ശ്രീജിക്ക് ഇഷ്ടപ്പെടുവോ? കാരണം ശ്രീജിക്ക് ഭയങ്കര വിഷമ. തന്റെ അനിയത്തിക്കുട്ടി പട്ടിണി ഇരുന്ന് കഴിയുമ്പോ തനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല. പെട്ടെന്ന് എന്ത് ചെയ്യണം, ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ഗ്ലാസ് പാല് തിളപ്പിച്ചുകൊണ്ട് തരാം എന്നും പറഞ്ഞു നേരെ അടുക്കളയിലേക്ക് പോവാണ്. അങ്ങനെ ഒരു ഗ്ലാസ് പാലൊക്കെ തിളപ്പിക്കുകയാണ്. ഈ സമയമാണ് അതിലൂടെ മണത്ത് നന്ദിനി അങ്ങോട്ട് വരുന്നത്. നന്ദിനി കണ്ടു പാല് തിളപ്പിക്കുന്നത്. ഓഹോ, അപ്പൊ ഈ സമയത്ത് പാല് തിളപ്പിക്കണമെങ്കിൽ അത് അവൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല, കൈയോടെ പിടികൂട്ട് തന്നെ കാര്യം എന്ന് കരുതിയിട്ട് നന്ദിനി എന്ത് ചെയ്യുകയാണ്, അങ്ങോട്ടേക്ക് വന്ന് മാറി നിൽക്കുകയാണ്. പാല് കൊണ്ട കൊടുക്കട്ടെ, അവൾക്കാണെങ്കിൽ അവൾക്കൊട്ടൊരു പണി കൊടുക്കാലോ എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് നന്ദിനി നേരെ മുറിയിലേക്ക് പോവാണ്. ആ സമയം അവിടെ വിനായകൻ ഉണ്ടായിരുന്നു. വിനായനെ കണ്ടു പറഞ്ഞു, ഞാൻ ആ വേദയ്ക്കിട്ടൊരു പണി കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. എന്ത് പണി? മിക്കവാറും അവളെ ഇന്നോ നാളെ അവളുടെ വീട്ടിലേക്ക് പോയിക്കോളൂ, ഈ വീട് വിട്ടു പോകുമെന്ന് പറയണം. എന്താ നീ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം? അതിനുള്ള പ്ലാനുകളും പദ്ധതികളൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അച്ഛനും അമ്മയൊന്നും എതിരായിട്ടും വന്നില്ലല്ലോ. രാത്രിയായി, അവര് കല്യാണത്തിന് വേണ്ടി താമസിച്ചാൽ വരുവുള്ളൂ എന്നറിയാം. അപ്പൊ അവൾക്കുള്ള ഫുഡ് അടുത്ത് കളഞ്ഞു. പോരാത്തതിന് അമ്മയില്ല, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവള് പട്ടിണി കിടക്കും. ഇന്നും നാളെയൊക്കെ പട്ടിണി കിടന്നു കഴിയുമ്പോ അവൾക്ക് വേറൊരു നിവൃത്തിയില്ലാതെ വരും. അവൾ എന്ത് ചെയ്യും? അപ്പൊ അതൊക്കെ ഈ വീട് വിട്ട് പോയിക്കോളൂന്ന് പറയാം. വിനായകൻ പറഞ്ഞു, ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ? എന്തുകൊണ്ട് നടക്കില്ല? ഉറപ്പായിട്ട് നടക്കും. എന്തേ വിനയേട്ട കണ്ടു, ഈ നന്ദിനി ആരാന്ന് വിനയേട്ടൻ അറിയത്തില്ലാത്തോണ്ടാന്ന് പറയാം. അതെ അതെ, നടന്ന് കണ്ടാ മതി. നടന്നു കഴിഞ്ഞാൽ നമുക്ക് ലോട്ടറി അറിയാലോ. അതൊക്കെ എനിക്കറിയാം വിനയേട്ട, അതുകൊണ്ടല്ല ഞാൻ ഇങ്ങനത്തെ പ്ലാനുകളും പദ്ധതികളൊക്കെ നടത്തിയിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് നന്ദിനി ഹാളിലേക്ക് വരുവാണ്. ആ സമയത്ത് പാല് കൊണ്ടുവന്ന് ശ്രീജ വേദയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കുടിക്ക് വേദ എന്ന് പറയണം. വേദ പറഞ്ഞു, എനിക്ക് വേണ്ട ചേച്ചെന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? എന്നും കഴിക്കാതിരുന്ന എങ്ങനെ ശരിയാവുന്നേ? ഇതെങ്കിലും കുടിക്കാൻ പറയണം. അങ്ങനെ പാല് കയ്യിലേക്ക് കൊടുത്തു. അങ്ങനെ വേദ ഇത് കുടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും ശ്രീജ വന്നത് മേടിച്ച് ഒരൊറ്റ ഏറായിരുന്നു അങ്ങോട്ട്. ഒരു നിമിഷം ശ്രീജയല്ല, നന്ദിനി വന്നിട്ട് ഒരൊറ്റ ഏറായിരുന്നു അത് മേടിച്ചിട്ട്. ഒരു നിമിഷം ശ്രീജയും വേദയും കൂടെ ഞെട്ടിപ്പോയി. അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല. പെട്ടെന്ന് ശ്രീജ ചോദിച്ചു, നീ എന്ത് പരിപാടി നന്ദിനിയെ കാണിച്ചേ? നീ എന്തോ ക്രൂരതയെ കാണിച്ചേ? എന്തിനാ നീ ആ തട്ടിക്കളഞ്ഞെന്ന് ചോദിക്കാം. ഓഹോ, എന്തിനാന്ന് മനസ്സിലായില്ലല്ലേ? അച്ഛൻ എന്താ പറഞ്ഞിരിക്കുന്നേ? ഇവിടെ ആരും ഉണ്ടാക്കുന്ന ഒരു സാധനം പോലും ഇവൾക്ക് കൊടുത്തു പോലെന്നല്ലേ? ഇവളോട് ആര് സ്നേഹപ്രകടനങ്ങൾ നടത്തലെന്നല്ലേ പറഞ്ഞേ? എന്നിട്ടിപ്പ ശ്രീ ചേച്ചി എന്താ ചെയ്തേ? ഇതേ ഇങ്ങനെ ക്രൂരത കാണിക്കരുത് കേട്ടോ നന്ദിനി എന്ന് പറയണേ. ഞാൻ ക്രൂരത കാണിച്ചൊന്നുമല്ല, അച്ഛൻ പറയുന്ന അനുസരിക്കുക ചെയ്തേന്ന് പറയാം. പെട്ടെന്ന് വേദ പറഞ്ഞു, വേണ്ട ശ്രീ ചേച്ചി, ഒരു വഴക്കുണ്ടാക്കണ്ട എന്റെ പേരില്, എനിക്ക് കുഴപ്പമില്ലെന്ന് പറയാം. ശ്രീജ പറഞ്ഞു, എന്നാലും ഈ ചെയ്തതുകൊണ്ടല്ലോ കുറച്ച് കടന്ന് കയ്യായിപ്പോയി. ആരും ചെയ്യില്ലാത്ത കാര്യം നീ ചെയ്തേ ശ്രീജെ. ഒരിക്കലും ഇത് പൊറുക്കാനും സഹിക്കാനും പറ്റുന്ന തെറ്റല്ലെന്ന് പറയണം. പെട്ടെന്ന് നന്ദിനി പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് സഹിച്ചെന്ന് പറയാണ്. വല്ലാത്ത വിഷമമായി പോയി ശ്രീജയ്ക്ക്. വേദ അവിടെ ഒന്നും മിണ്ടാതെ വേദ ഇരുന്നു. പിന്നീട് ശ്രീജ നേരെ അകത്ത് എന്നിട്ട് വിശ്വത്തോട് ഈ കാര്യം പറയാണ്. വിശ്വത്തിന് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ദേഷ്യം വന്നു. വിശ്വം പറഞ്ഞു, ഓഹോ, അവൾക്ക് ഇത്ര അഹങ്കാരോ? അവൾ ആരാന്ന് അവളുടെ ഭാവം? ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം, വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയണം.
ഒരു പക്ഷേങ്കില് അച്ഛനും അമ്മ ഇവിടെ ഇല്ലാത്തന്റെ അഹങ്കാരം കാണിച്ചായിരിക്കും അവളെ അങ്ങനെ വെറുതെ വിട്ടുകൂടെന്ന് പറയണം. പിന്നീട് വിശ്വ നേരെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും അവിടെ നന്ദിനിയും വിനായകനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര സന്തോഷത്തിലാണ് രണ്ടുപേരും. കാരണം താൻ പാല് തട്ടി കളഞ്ഞ കാര്യമൊക്കെ ചെന്ന് വിനായകനോട് പറയാം. അപ്പൊ വിനായകൻ പറഞ്ഞു, ഇങ്ങനെ തന്നെ ഒരു 10 ദിവസം അടുപ്പിച്ച് ചെയ്താൽ മതി, അവസാനം ഗത്യന്തരം ഇല്ലാതെ വന്നു കഴിയുമ്പോഴത്തേനും അവൾ ഇവിടുന്ന് ഓടിപ്പോയിക്കോളെന്ന് പറയാം. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശ്വം വന്നിട്ട് ചോദിച്ചു, എന്ത് പരിപാടിയാ ശ്രീ, എന്ത് പരിപാടി നന്ദിനി നീ കാണിച്ചെന്ന് ചോദിക്കുക. പെട്ടെന്ന് വിനായകൻ പറഞ്ഞു, എന്ത് പരിപാടി കാണിച്ചു? അതെ, ഭാര്യനെ നിലയ്ക്ക് നിർത്തിക്കണം നീന്ന് പറയണം. പിന്നെ ഭാര്യനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ വിശ്വാടൻ എന്ത് ചെയ്യുന്നു ചോദിക്കാം. അതെ, ഇവൾ എന്തിനാ ആ കൊച്ചിനോട് അങ്ങനെ ചെയ്തേന്ന് ചോദിക്കും. എന്ത്, അതൊരു നേരത്തെ ആഹാരം കഴിച്ചു നിർത്തി ഇവൾക്ക് എന്താ കുഴപ്പമിരിക്കുന്നത്, ആ തട്ടിക്കളയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് നന്ദിനി പറഞ്ഞു, അതെ ഞാൻ ഇനിയും ചെയ്യും, അച്ഛൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവൾക്കൊരു ഭക്ഷണം പോലും ഇവിടുന്ന് ആരും കൊടുത്തേക്കരുത്, അവൾക്ക് വേണമെങ്കിൽ അവൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചോട്ടെ, അല്ലെങ്കിലും അവൾ ഈ വീട്ടിലെ മരുമോളൊന്നും അല്ലല്ലോ, പിന്നെ അവൾക്ക് എന്തിനാ എത്ര വലിയ സ്ഥാനം കൊടുക്കണ്ടേ, അതിന്റെ കാര്യമൊന്നും ഇല്ലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിശ്വം പറഞ്ഞതേ, നീ കുറച്ച് കൂടുന്നുണ്ട് നന്ദിനി, ഒന്ന് വല്ലേലും അതൊരു പെൺകുട്ടിയല്ലേ, നീ ഒരു സ്ത്രീയല്ലേ, നിനക്ക് അങ്ങനെ ചെയ്യാൻ കൊള്ളാമെന്ന് ചോദിക്കുക. അതെ, എനിക്ക് ഇഷ്ടമുള്ളതിലൊക്കെ ഞാൻ ചെയ്യും, അച്ഛൻ പറയുന്നത് ഞാൻ അനുസരിക്കുള്ളൂ, അല്ലെങ്കിൽ അവളെ ഇവിടെ പ്രതിഷ്ഠിച്ചു വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവള് വലിയ കൊമ്പത്തെ പെണ്ണല്ലേ, അവള് വേണേ അങ്ങോട്ട് പോട്ടെ, അവൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനി തറുതല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം വിനായകനും പറഞ്ഞു, ശരിയാ നന്ദിനി പറഞ്ഞാല്, എന്താ തെറ്റിരിക്കുന്നേ, അവളെ വിളിച്ചല്ലേ, ഒരു താലി കെട്ടിയതിന്റെ പേരില് വെറുതെ ഇവിടെ കടിച്ചു കിടക്കേണ്ട വല്ല കാര്യം ഉണ്ടോ? ഇതുവരെയായിട്ടും അച്ഛനാണെങ്കിൽ അംഗീകരിച്ചിട്ടില്ല ഈ ബന്ധത്തിന്, നാലാൾ അറിഞ്ഞൊരു താലി കെട്ടിയിട്ടുമില്ല, പിന്നെ ഇവളെ പിടിച്ചെടുത്തേണ്ട വല്ല കാര്യം ഉണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടും വിശ്വം പറഞ്ഞു, ദേ വിനായക, വെറുതെ നീ അനാവശ്യമായിട്ട് പറയില്ലെന്ന് പറയണ. പിന്നെ വിശ്വാട്ടൻ എന്താ ഈ കാര്യത്തിൽ ഇത്ര താല്പര്യം, എന്താ അവള് വല്ല പൈസ വല്ല ഓഫർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. എടാന്ന് പറഞ്ഞിട്ട് കൈ പൊയ്ക്കൊണ്ടും കൂടി ചെല്ലുവാണ്. ആ സമയത്താണ് കല്യാണത്തിന് പോയ മാഷും കമലയും കൂടെ അങ്ങോട്ട് വരുന്നേ. ഈ കാഴ്ച മാഷ് എടാന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് കയറി വരുവാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വിക്രം കൂടെ എത്തി. എന്താ ഇവിടെ ഒരു വഴക്കും പ്രശ്നം ചോദിക്കോ? ഞാനില്ലാത്ത സമയത്ത് അപ്പൊ ഇതൊക്കെ ഇവിടെ പരിപാടിയല്ലേന്ന് ചോദിക്കാം. എന്താടാ പ്രശ്നം എന്ന് ചോദിക്കാം. പെട്ടെന്ന് തന്നെ നന്ദിനി ഇടയ്ക്ക് കയറി പറഞ്ഞു, അതെ കാണിച്ചെന്താന്നറിയാം, ഇവിടെ അച്ഛനല്ലേ പറഞ്ഞേ ഇവിടെ ഇവൾക്ക് ഈ വേദയ്ക്ക് പച്ചവെള്ളം പോലും കൊടുക്കലെന്ന് ആരും എടുത്ത്, എന്നിട്ടോ ശ്രേയ ചേച്ചി അതെടുത്ത് കൊടുത്തു, ഞാനതെടുത്ത് തട്ടിക്കളഞ്ഞു. അപ്പൊ അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പറച്ചിൽ പറഞ്ഞ അവസാനം വിശ്വനാണ്ടേ മിനിയേട്ടനെ തല്ലാനായിട്ട് വന്നു പറയാം. ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോ മാഷ് പറഞ്ഞു, ഇപ്പൊ എല്ലാവർക്കും സമാധാനമല്ലോ, വന്ന് അങ്ങനെ കയ്യാങ്കളി വരെയായി ചേട്ടനും അനിയനും തമ്മില്, ഇവിടെ എന്തൊക്കെയാ നടക്കണേ, സ്വസ്ഥതയുടെ സമാധാനത്തോടെ പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ തന്നെ ചിലവന്മാര് കാരണം മനുഷ്യരുടെ സമാധാനമില്ല, അതിന്റെ കൂടെ ഇപ്പാണ്ട് ഇതും കൂടി ആയി. എന്ത് കാണാനാണ് എന്റെ ഭഗവാനെ, ഇതിനേക്കാളും വേഗം മുകളിലേക്ക് പോകുന്നതായിരുന്നു നല്ലത്, കാരണം ചേട്ടനും അനിയനും തമ്മിൽ ഇനിയിപ്പം തല്ലി ചാകുന്നതോടെ കാണണമല്ലോ എന്ന് പറയാണ്. പെട്ടെന്ന് കമല വന്നിട്ട്, എന്താ രണ്ടുപേരും കൂടി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കമലയും കുറെ ദേഷ്യപ്പെടുവാണ്. ഈ സമയം വിശ്വം പറഞ്ഞു, അമ്മേ ആ ചെയ്യുന്ന തെറ്റല്ലേന്ന് നോക്കിയേ, അവളുണ്ടാക്കിയ ഫുഡ് എടുത്ത് കളഞ്ഞു, അതും പോരാഞ്ഞിട്ട് ആ പാലൊക്കെ തട്ടിക്കളയേണ്ട വല്ല കാര്യം ഉണ്ടെന്ന് വെച്ചാൽ കമല എന്ന് നന്ദിനോട് എന്താ നന്ദിനി ഇതെന്ന് ചോദിക്കണം. അതെ, ഞാൻ അച്ഛൻ പറയുന്ന മാത്രം അനുസരിക്കുള്ളൂ, അച്ഛൻ പറയുന്ന മാത്രം ഞാൻ ചെയ്തിട്ടുള്ളെന്ന് പറയാം. പേരയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി, താൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, ഇനിയിപ്പൊ തന്നെ ചൊല്ലിയാണല്ലോ ഇവിടെ ഒരു വഴക്കം നടന്നിരിക്കുന്നത്. അവസാനം മാഷ് വായി വന്ന എല്ലാം പറയാണ്. പിന്നീട് വേദയെടുത്ത് എന്നിട്ട് പറഞ്ഞു, നീ കാരണമാണ് ഇപ്പൊ ഈ വീട്ടിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്, ഒരു വലിയ കുഴപ്പമില്ലാതെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു, അതിന്റെ ഇടയ്ക്ക് ഇതിന്റെയും കൂടെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ എന്ന് പറയണം. അവസാനം വേദ പറഞ്ഞു, അതെ ഇനി ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറയാം. പിന്നീട് മാഷ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എല്ലാവരും ഇവിടെ സന്തോഷമായിട്ട് ജീവിച്ചോ, ഞാൻ ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി തന്നേക്കാം, ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാന്ന് പറഞ്ഞിട്ട് മാഷ് അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേനും കമല എന്നിട്ട് വിളിച്ചു, മാഷ് ഇത് എങ്ങോട്ടാന്ന് ചോദിക്കുകയാണ്. അതെ, ഇനി ഈ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ചേട്ടനും അനിയനും തമ്മിൽ തല്ലി ചാന്നതിന് ഞാൻ ഇനിയിപ്പോ സാക്ഷിയാണ്ട് വരും, അതിന്റെ കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് വേദ എന്നിട്ട് മാഷിന്റെ മുന്നിലേക്ക് അങ്ങോട്ട് കയറിയുന്നു. എന്നിട്ട് അതെ അച്ഛൻ ഒരിടത്തേക്കും പോകണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും ഒരു നിമിഷം മാഷ് ഇങ്ങനെ വേദന നോക്കി. അല്ല, ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുന്നേ, ഞാൻ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചോളാം, ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല, ഞാൻ ഇവിടുന്ന് പോവാന്ന് പറയണം. ഇത് കേട്ടതും നന്ദിനിയുടെ മുഖത്തൊരു കുറെ പൂത്തിരി ഒരുമിച്ച് കത്തിയ പ്രതീതിയായി. രക്ഷപ്പെട്ടു, അങ്ങനെ അവൾ ഇവിടുന്ന് പോകാൻ പോവാണ്, തന്ത്രങ്ങളൊക്കെ വിജയിച്ചു എന്നൊരു ചിന്തയായിരുന്നു. പിന്നീട് വേദ പറഞ്ഞു, ഞാനിവിടെ വന്നുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണമെന്ന് പറയാം. പിന്നീട് സുധാരൻ മാഷിന്റെ കാലിക്കീഴിലേക്ക് വേണ്ടി അനുഗ്രഹം മേടിക്കും, എന്നെ അനുഗ്രഹിക്കണം അച്ഛാന്ന് പറഞ്ഞിട്ട് സുധാരൻ മാഷിന് കൈ വെച്ച് അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റിയില്ല, കാരണം വേദനെ കുറിച്ച് നന്നായിട്ട് അറിയാം മാഷിന്, 2-3 ദിവസമായിട്ടുള്ളെങ്കിലും ഇവിടെ വന്നിട്ടുള്ളെങ്കിലും. പക്ഷെ വേദയുടെ മനസ്സിൽ എന്താണ്, വേദ എത്ര നല്ല കുട്ടിയാന്ന് സുധാരൻ മാഷിനറിയാം. തന്റെ വിക്രത്തെ പോലുള്ളൊരു ചെറുക്കനെ അല്ല ഒരിക്കലും അവൾക്ക് കിട്ടേണ്ടിയിരുന്നേ,
കാരണം അവനൊരു ഗുണ്ടയാണ്. പക്ഷെ ഒരിക്കലും ചേരുന്ന ബന്ധമല്ലെന്നും മാഷിനറിയാം. അതുകൊണ്ടാണ് മാഷ് അവളെ പറഞ്ഞു വിടാനായിട്ട് കൂടുതൽ ഇങ്ങനെ വ്യഗ്രത കാണിക്കുന്നത് തന്നെ. പിന്നീട് നേരെ കമലയുടെ അടുത്ത് നിന്ന് കമലേനെ കെട്ടിപ്പിടിക്കുകയാണ്. അമ്മേനെ അനുഗ്രഹിക്കണം. ഇനി ഞാനായിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഞാനിനി ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഞാൻ വരും. എന്റെ ഭർത്താവ് എന്ന് പറയുന്ന വിക്രം വന്ന് വിളിക്കുവാണ്, ഞാൻ ഇങ്ങോട്ട് വരും. ഞാൻ വരാതിരിക്കില്ല. പക്ഷെ വിക്രം വന്ന് വിളിക്കണം. അല്ല, ഞാൻ ഈ വീട്ടിലേക്ക് ഇനി വരില്ല. ഞാൻ ഈ വീട്ടിൽ കാലുകുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദ പോവാണ്. പിന്നീട് ശ്രീജയോടും എല്ലാവരും ചെന്ന് യാത്ര പറഞ്ഞിട്ടാ പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും കമല പൊട്ടിക്കരയാണ്. കമലയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. കമലയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു വേദേനെ. കാരണം നല്ല കുട്ടിയാണ്, എല്ലാം കൊണ്ട് നല്ല കുട്ടിയാണെന്നറിയാം. അതുപോലെ തന്നെയായിരുന്നു ശ്രീജിക്കും. അവൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ വിക്രം ഓ രക്ഷപ്പെട്ടു എന്നൊരു ചിന്തയായിരുന്നു വിക്രത്തിന് മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ കമല എന്നിട്ട് പറഞ്ഞു, എടാ ആ പോയതുണ്ടല്ലോ, നിനക്ക് നിന്റെ ഭാര്യ അവള് ഒരു കാരണവശാലും നിനക്ക് യോജിക്കുന്ന പെൺകുട്ടിയല്ല അവള്. കാരണം എന്താണെന്നറിയാവോ, അവളെപ്പോഴും ഒരു പെൺകുട്ടീനെ കിട്ടണമെങ്കിൽ നീ തപസ് ചെയ്യണം. അത്രയ്ക്ക് നല്ല പെൺകുട്ടിയാ അവള്. പക്ഷെ നിനക്കോ, നിനക്ക് അവളെപ്പോഴും ഒരു പെൺകുട്ടീനെ കിട്ടാൻ യോഗ്യത ഇല്ലാതെ പോയി. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാണ്. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, പിന്നെ ഒരു താലിച്ചരട് കെട്ടിയതിന്റെ പേരിൽ അമ്മയൊന്നും ഉണ്ടായിരിക്കുന്നുണ്ടെന്ന് ചോദിക്കണം. അതെ, നിനക്ക് ഇപ്പം മനസ്സിലാവില്ല, പിന്നെ നിനക്ക് അവളുടെ ബലം മനസ്സിലാവുമെന്ന് പറയാം. അവള് കരഞ്ഞ കണ്ണുകളോടെയോ ഇവിടുന്ന് ഇറങ്ങിയിരിക്കുന്നത്. ദേ, നിനക്ക് ശാപം വേണമെങ്കിൽ നീ അവളെ പോയി വിളിച്ചോണ്ട് വരാൻ പറയണം. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, എനിക്ക് ശാപം കിട്ടിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ലെന്ന് പറയണം. നന്ദിനി വന്നിട്ട് പറഞ്ഞു, ഒരു ബാധ ഒഴിഞ്ഞല്ലോ എന്ന് ഓർത്തിരിക്കുക. അപ്പോഴാണ് അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിക്രത്തിന് എരിപൊരി കെട്ടുന്നത്. അവള് പോയ വഴി പോട്ടെ എന്ന് പറയാണ്. ഇതിൽ പലരും സന്തോഷം നന്ദിനിക്കില്ല. കാരണം ഇത്ര പെട്ടെന്ന് അവളെ പടിയടിച്ച് പുറത്തേക്ക് ഇറക്കാനായിട്ട് പറ്റുമെന്ന് വിചാരിച്ചല്ല. കാരണം വമ്പിച്ചൊരു തുക തന്നെയാണ് ഈ പറയുന്ന വർഷമൊക്കെ ഓഫർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പൊ തങ്ങൾക്ക് പൈസ കിട്ടും, ആ ഒരു ചിന്തയായിരുന്നു വിനായകന്റെ ഉള്ളിലും നന്ദിനിയുടെ ഉള്ളിലും ഉണ്ടായിരുന്നത്. ഈ സമയം വേദ നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ്. പക്ഷെ വേദ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ വേദ ഒരു പണി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പിറ്റേ ദിവസം പട്ടയമേളയുണ്ട്. പട്ടയമേളയുടെ സമയത്ത് ഫയലുകളും കാര്യങ്ങളും എല്ലാം മുറി കൊണ്ട് വിക്രം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വേദയ്ക്കാണ് അറിയാവുന്നത്. വേദ എന്ത് ചെയ്യണം, ആ ഫയലുകളും കാര്യങ്ങളും അവിടുന്ന് മാറ്റി വെക്കുന്നുണ്ട്. വേദയ്ക്കറിയാം അവസാനം വന്നു കഴിയുമ്പോൾ തന്റെ അടുത്തേക്ക് വരുമെന്ന്. അതുകൊണ്ട് വേദ അങ്ങനത്തെ നമ്പറും കൂടെ ഒപ്പിച്ചിട്ടാ പോയത്. വെറുതെ അങ്ങോട്ട് ഇറങ്ങിപ്പോയില്ല. താൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പണി ഒപ്പിച്ചു വെക്കണമെന്ന് വേദയ്ക്ക് തോന്നി. ഒരു പക്ഷെ വിക്രം നാളെ തന്നെ തിരികെ വിളിക്കണം, തന്നെ വന്ന് വിളിക്കണം. ആ ഒരു ചിന്തയായിരുന്നു വേദയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് വേദ വീട്ടിലേക്ക് ചെന്നുമ്പോ അവിടെ എല്ലാവർക്കും സന്തോഷമായി. ശങ്കരനാരായണനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം പിറ്റേ ദിവസം പിറന്നാളാണ്. ശങ്കരനാരായണന്റെ പിറന്നാളായിരുന്നു. അപ്പൊ പിറന്നാളിന് വേദ ഇല്ലല്ലോ എന്നൊരു വിഷമം അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ വേദ എന്നപ്പോഴത്തേനും വേദനെ കെട്ടിപ്പിടിച്ച് ശങ്കരനാരായണൻ പറഞ്ഞു, ഇപ്പോഴെങ്കിലും എന്റെ മോൾക്ക് നല്ല ബുദ്ധി തോന്നിയില്ലോ, ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയില്ലോ, എനിക്കറിയായിരുന്നു പറയണം. പക്ഷെ മുത്തശ്ശിക്ക് ഭയങ്കര വിഷമമായിരുന്നു വേദ എന്നറിഞ്ഞപ്പം. മുത്തശ്ശി പറഞ്ഞു, മോളെ നീ എന്താ ഇങ്ങോട്ട്? പിന്നീട് വേദ പറഞ്ഞു, സാരമല്ല മുത്തശ്ശി, എനിക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ എനിക്ക് കിട്ടും, അല്ലാത്താണെങ്കിൽ എനിക്ക് കിട്ടത്തില്ല, എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറയണം. പക്ഷെ വർഷയും ശ്രീകാന്തും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ശങ്കരനാരായണൻ ബർത്ത്ഡേ അവരൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിക്കും. കേക്ക് കെട്ടി ഇതൊക്കെ നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്. കാരണം വേദ വന്നല്ലോ, ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ല, ഉടനെ തന്നെ ഇനിയിപ്പോ ദർശനമായിട്ടുള്ള വിവാഹം നടത്താം എന്നൊരു ചിന്തയായിരുന്നു അവിടെ മനസ്സിൽ. പക്ഷെ വേദയുടെ മനസ്സിൽ വേറെ ചിന്തയാ. വേദയ്ക്കറിയാം പട്ടയമേള നടക്കുന്ന സമയത്ത് വിക്രത്തിന് തന്റെ അരികെ വരാതിരിക്കാൻ പറ്റില്ല, തന്നെ വിളിച്ചോണ്ട് പോകാതിരിക്കാൻ പറ്റില്ലെന്ന് വേദയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു. പിന്നീട് വിക്രം ഭയങ്കര സന്തോഷത്തോടെ തന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് എഴുന്നുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞു, നീ ചെയ്ത മോശമായിപ്പോയി, ഒരിക്കലും ആ പെൺകുട്ടീനെ പറഞ്ഞു വരേണ്ടിയിരുന്നില്ല, നല്ല പെൺകുട്ടി അല്ലായിരുന്നതൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ ഒരു പുച്ഛഭാവമായിരുന്നു വിക്രത്തിനുണ്ടായിരുന്നേ. പക്ഷെ അങ്ങനെ ഇരുന്നാലും വൈകുന്നേരം അവൻ വീട്ടിലേക്ക് തിരികെ വന്നു. പിറ്റേ ദിവസമാണ് പട്ടയമേള നടക്കുന്നത്. അങ്ങനെ പട്ടയമേളയുടെ സമയത്ത് ഇപ്പൊ അവന് ഫയൽ എടുത്ത് നോക്കുവാനായിട്ട് അങ്ങ് ചെല്ലുവാണ്. നോക്കിക്കഴിഞ്ഞപ്പത്തിന് ആ ഫയല് കാണുന്നില്ല. അവിടെ നിന്ന് പേപ്പേഴ്സ് ഒന്നും കാണുന്നില്ല. ഇതെവിടെ പോയി? ആകെപ്പാട് ടെൻഷനായി. ഇവിടെ കയറിയേക്കുന്ന അവളാണ്. ഇനി അവളാണോ പേപ്പറൊക്കെ അടിച്ചു മാറ്റി വെച്ചിരിക്കുന്നത് എന്നൊരു ചിന്ത അവന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ഇതിലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ശ്രീനിവാസ് സാർ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നൊരു ചിന്ത അവന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇനി അവളെ വിളിച്ച് നോക്കണം. പക്ഷെ അവളെ എങ്ങനെ വിളിക്കും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക. അവസാനം രണ്ടും കൽപ്പിച്ച് വിക്രം വിളിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ വിക്രം വിളിക്കുകയാണ്, വേദനെ വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കണം. അത് പിന്നെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനാണ്. എന്ത് കാര്യങ്ങള്? അല്ല, ഇവിടെ വെച്ചിരുന്ന ഫയല്. ഓ ഫയല്, അതിനെക്കുറിച്ച് ചോദിക്കാനാണോ? അതിനിപ്പം എനിക്കറിയില്ല എന്ന് പറയണ. ഇത് വെറുതെ കള്ളത്തരം പറയലെന്ന് പറയണ. അവസാനം വേദ പറഞ്ഞു, ശരി ഫയൽ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഒരു കാര്യമുണ്ട്, വിക്രം എന്നെ വന്ന് വിളിക്കണം എന്ന് പറയണ. വിളിക്കണമെന്നോ? അതെ, വിക്രം എങ്ങോട്ട് വാ, പിന്നെ ഞാൻ സംസാരിക്കാന്ന് പറയണ. അങ്ങനെ അവസാനം വിക്രത്തിന് വേറെ ഗത്യന്തരം ഇല്ലായിരുന്നു. വിക്രം നേരെ വേദനെ കാണാനായിട്ട് കൂടി ചെല്ലുവാണ്. ചെന്ന് വെച്ചിട്ട് വേദ പറഞ്ഞു, വേദ നീ എങ്ങനെയല്ല എനിക്ക് തരണമെന്ന് പറയാ. വേദ പറഞ്ഞു, തരാം,
പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, എന്നെ കൂട്ടിക്കൊണ്ട് പോകണം, എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കണം എന്ന് പറയാണ്. നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും. അതെ, അല്ലെങ്കിൽ അറിയാലോ, നാളെ പട്ടയമേളയാണ്, അത് നടന്നില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്ത് വേണമെന്ന് തീരുമാനിച്ചോളം പറയാം. അവസാനം വേദയുടെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നു വിക്രത്തിന്. വേറെ നിർവാഹമില്ല, ഇവളെ വിളിച്ചോണ്ട് പോകാൻ നിർവാഹമില്ല. അവസാനം വേദ ഒരു കണ്ടീഷനും കൂടെ വെച്ചു. നാളെ പട്ടയമേള നടക്കുന്ന സമയത്ത് എന്നെയും കൊണ്ടുപോകണം, എന്നെയും കൂടെ കൊണ്ടുവന്ന് അവിടെ വെച്ച് എന്നെ അംഗീകരിക്കണം, മാലയിട്ട് എന്നെ അംഗീകരിക്കണം എന്ന് പറയാം. ഇതിൽ പല ഒരു ബുദ്ധിമുട്ടും വിക്രത്തിന് കിട്ടാനില്ല. വിക്രത്തിന് മനസ്സിലായി കിട്ടിയ സമയം അവൾ നന്നായിട്ട് വിനിയോഗിക്കാന്ന്. വേദയ്ക്ക് മനസ്സിലായി ഇനിയിപ്പോൾ എല്ലാവരുടെ മുന്നിൽ തന്നെ വിക്രം അംഗീകരിച്ചാൽ മതിയുള്ളൂ, അല്ലെങ്കിൽ തനിക്ക് മുന്നോട്ടൊരു ജീവിതം ഇല്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് വേദ വളരെ തന്ത്രപരമായിട്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്ത് തന്നെ അങ്ങനെ അവസാനം വിക്രത്തിന് സമ്മതിക്കൊണ്ട് ശരിയെന്ന് പറയണം. പിന്നീട് വേദനെ വിളിച്ചോണ്ട് വിക്രം പോരുക. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കമലിക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പിറ്റേ ദിവസം പട്ടയമേളയാണ്. പട്ടയമേളയുടെ സമയത്ത് ശ്രീജയും നന്ദിനിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ശ്രീകാര്യ ശ്രീനിവാസന്റെ പ്രോഗ്രാം പരിപാടിയാണല്ലോ. അങ്ങനെ ചെന്നു. പട്ടയമേളയ്ക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അതിന്റെ ആ കാര്യങ്ങളൊക്കെ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നു. അതിനുശേഷം വിക്രത്തിന്റെ സ്റ്റേജിലേക്ക് വിളിച്ചു കയറ്റുവാണ്. പിന്നീട് വേദേനയും കൂടെ. അങ്ങനെ അവിടെ വെച്ച് പരസ്പരം ഒരു മാലയൊക്കെ ഇടുന്നുണ്ട്. അതായിരുന്നു വേദയ്ക്ക് അത് മാത്രം വേണ്ടിയിരുന്നുള്ളൂ. കാരണം 4 ആളുടെ മുന്നിൽ താൻ വിക്രത്തിന്റെ ഭാര്യയെ അംഗീകരിക്കപ്പെടണം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ താലിച്ചടം കൊണ്ടായില്ല. ക്ഷേത്രത്തില് 2 പേര് കാണിക്കിട്ട താലിച്ചടം കൊണ്ടായില്ല. പക്ഷെ കുറെ ആൾക്കാരെല്ലാം അറിയണം താൻ വിക്രത്തിന്റെ ഭാര്യ എന്നുള്ളത്. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് രാധ ആകെപ്പാടെ തകർന്നു നിൽക്കുകയാണ്. രാധ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടന്നത്. രാധ പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സംഭവം നടക്കുമെന്നുള്ളത്. എന്നാലും രാധയ്ക്ക് നല്ല അടി തന്നെ കിട്ടുന്നത്. ചക്കിനെ വെച്ചത് കൊക്കിനുണ്ടെന്ന അവസ്ഥയാണ്. പിന്നെ നമ്മൾ കാണാൻ പോകുന്ന വേദയും വിക്രവും തമ്മിലുള്ള ആ ഒരു ഒരുമിക്കലാണ്. ഇനിയിപ്പോൾ അധികം നാളൊന്നും വിക്രത്തിന് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ വേദേനെ ഇനിയിപ്പോൾ വിക്രത്തിന് അംഗീകരിക്കാതിരിക്കാനും പറ്റില്ല. അങ്ങനെ വേദ അവിടുത്തെ മരുമകളായിട്ട് മാറുവാണ്. ഇനി വിക്രത്തിനെ നന്നാക്കാൻ തുടങ്ങുവാണ് വേദ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.